കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം വലിയ രീതിയിലുള്ള കൂട്ടച്ചിരിയാണ് സഭയിൽ ഉണ്ടാക്കിയത്. എന്നാൽ ഒരു നിശബ്ദ വിപ്ലവം കൂടെ BJPക്കുള്ളിൽ അവിടെ നടക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കാതെ പോകരുത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം, അതിൽ ഒരുപാട് മണ്ടത്തരങ്ങൾ പരാമർശിച്ചിരുന്നു അദ്ദേഹം. അതിൽ 6-7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാളെ യുവാവ് എന്ന് അദ്ദേഹം വിളിച്ചു. അതൊരു മണ്ടത്തരമാണ്. ദ്രോണാചാര്യർ ഏകലവ്യന്റെ പെരുവിരൽ മുറിച്ചു മാറ്റി എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവമേ മഹാഭാരതത്തിലില്ല എന്നുള്ളതാണ് വസ്തുത. തപസ്യ എന്നാൽ ശരീരത്തിലെ താപം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. അതായത് ഒരു ചെയിൻ ഓഫ് മണ്ടത്തരങ്ങളായിരുന്നു രാഹുൽ ഗാന്ധി അവിടെ പറഞ്ഞു പരത്തിയത്. അതേസമയം താൻ പറയുന്നത് മണ്ടത്തരമാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് പോലും രാഹുൽ ഗാന്ധിക്കില്ല എന്ന് പറഞ്ഞ് BJPയിലെ പല ആൾക്കാരും രാഹുൽ ഗാന്ധിയെ പരിഹസിക്കുന്നതും കണ്ടതാണ്. കോൺഗ്രസിലെ ചില ആൾക്കാരും രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ മണ്ടത്തരങ്ങൾ പറയുമ്പോൾ അവിടെ ഇരുന്ന് ചിരി അടക്കാനാകാതെ ഇരിക്കുന്നതും നമ്മുടെ ശ്രദ്ധയിൽ പെട്ടതാണ്. എന്തു തന്നെയായിരുന്നാലും രാഹുൽ ഗാന്ധിക്ക് മുമ്പ് ഈ മണ്ടത്തരങ്ങൾ പറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയാണ്. ഹിമാചൽ പ്രദേശിലെ സർക്കാർ കർഷകർക്ക് വേണ്ടി യാതൊന്നും ചെയ്യുന്നില്ലെന്നും കർഷകരുടെ പൈസ മുഴുവൻ വ്യവസായികൾക്ക് കൊടുക്കുന്നു എന്നുമാണ് അവിടെ പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഹിമാചലിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. പോരാത്തതിന് പ്രിയങ്ക ഗാന്ധിക്ക് ഹിമാചലിലെ ഷിംലയിൽ വസതിയുണ്ട് എന്നുള്ളതാണ് വേറൊരു വലിയ പ്രത്യേകത. BJP ഇതും വലിയ രീതിയിൽ ചർച്ചയാക്കി. ഹിമാചലിൽ വസതി ഉണ്ടായിട്ട് പോലും അവിടെ തങ്ങളുടെ സർക്കാരാണ് ഭരിക്കുന്നത് എന്ന് പ്രിയങ്ക ഗാന്ധിക്ക് മനസ്സിലായില്ലേ എന്ന് BJP ചോദിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 107 മിനിറ്റ് നീണ്ട ഗംഭീരമായിട്ടുള്ള പ്രസംഗം അതിനുശേഷം ഉണ്ടായിരുന്നു. പ്രിയങ്ക ഗാന്ധിയോട് അഭിപ്രായം ചോദിച്ചപ്പോൾ തനിക്ക് ഒരു മാത്സ് ക്ലാസ്, അതായത് ഒരു കണക്ക് മാഷിന്റെ ക്ലാസ്സിൽ ഇരിക്കും പോലെയാണ് തോന്നിയത്, ബോറടിച്ചു, യാതൊന്നും മനസ്സിലായില്ല എന്നാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. ഉടനെ തന്നെ BJP തിരിച്ചടിച്ചു. മനസ്സിലാകണമെങ്കിൽ ചരിത്രത്തെക്കുറിച്ച് എന്തെങ്കിലും ബോധം വേണം എന്നാണ് BJP പ്രിയങ്ക ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത്. ഇനി BJPയിലുള്ള ഒരു വമ്പൻ മാറ്റത്തിലാണ് ഇന്നലെ പാർലമെന്റ് സാക്ഷിയായത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും BJP വിജയിച്ച് കയറിയപ്പോൾ കേരളത്തിലെ അടക്കം മാധ്യമങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇനി BJPക്ക് നരേന്ദ്രമോദിയുടെ ആവശ്യമില്ല എന്നാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞത്. ഹരിയാനയിൽ നരേന്ദ്രമോദി പ്രചാരണത്തിന് ഇറങ്ങാത്തപ്പോൾ ഇവിടെയുള്ള മാധ്യമങ്ങൾ പറഞ്ഞത് ഹരിയാനയിൽ പരാജയപ്പെടും എന്ന് കണ്ടതുകൊണ്ടാണ് നരേന്ദ്രമോദി അവിടെ പ്രചാരണത്തിന് ഇറങ്ങാത്തത് എന്നുള്ളതാണ്. എന്നാൽ ഹരിയാനയിലെ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞു നരേന്ദ്രമോദിയുടെ ആവശ്യം ഇനി BJPക്കില്ല ഒരു തിരഞ്ഞെടുപ്പ് ജയിക്കാൻ എന്ന്. അത് BJPയുടെ വലിയ രീതിയിലുള്ള ഒരു നേട്ടമായി കേരളത്തിലെ മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടി, ദേശീയ മാധ്യമങ്ങളും അത് ഉയർത്തിക്കാട്ടി. കാരണം നരേന്ദ്രമോദി ഒരു സമയത്ത്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഒരു സമയത്ത് BJPയുടെ സ്റ്റാർ പ്രചാരകനായിരുന്നു. ആ നരേന്ദ്രമോദി എവിടെയെങ്കിലും റാലി നടത്തി കഴിഞ്ഞാൽ അവിടെ തൂത്തുവാരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലായിരുന്നു. ഇപ്പോൾ BJP വേറൊരു തലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു. നരേന്ദ്രമോദിയുടെ കാലശേഷവും BJPക്ക് വിജയിച്ചു കയറാൻ സാധിക്കും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹരിയാനയും മഹാരാഷ്ട്രയും ഒക്കെ. എന്നാൽ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ദേശീയ മാധ്യമങ്ങളൊക്കെ അത് ചർച്ചയാക്കുന്നുണ്ട്. അതായത് 2ാം നിര 3ാം നിര നേതാക്കൾ BJPയുടെ വളർന്നു വരുന്നു എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി പ്രസംഗം നടത്തുമ്പോൾ, സവർക്കറെ കുറിച്ചുള്ള പരാമർശം നടത്തുമ്പോൾ, മറ്റു കാര്യങ്ങളെല്ലാം പറയുമ്പോൾ യഥാർത്ഥത്തിൽ 1ാം നിര നേതാക്കൾ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേട്ട് വിശാലമായി അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അതേസമയം 2ാം നിരയിലും 3ാം നിരയിലുമുള്ള യുവാക്കളാണ് രാഹുൽ ഗാന്ധിക്ക് അവിടെ മറുപടി കൊടുത്തുകൊണ്ടിരുന്നത്. ഇത് BJPയിലുണ്ടായ വലിയൊരു വിപ്ലവമാണ് എന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും മലയാള മാധ്യമങ്ങൾ ഇതൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും മോഡി ഇല്ലെങ്കിൽ BJP വട്ടപൂജ്യം എന്ന് മലയാള മാധ്യമങ്ങൾ പറഞ്ഞിടത്ത് നിന്ന് ഇപ്പോൾ 2ാം നിരയും 3ാം നിരയും BJP അച്ചിലിട്ട് വാർത്തതുപോലെ തയ്യാറാക്കി വച്ചിരിക്കുകയാണ് എന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം പറയുന്നത്. BJPയിലെ മുതിർന്ന പാർലമെന്റ് അംഗങ്ങൾക്ക് ഇനി വിശ്രമിക്കാം എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയെ ഈ 2ാം നിര 3ാം നിര നേതാക്കൾ എതിരിട്ടത്. എത്ര ബുദ്ധിപരമായിട്ടാണ് BJP അവരുടെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് എന്ന് കണ്ടു പഠിക്കുമെന്ന് സഖ്യകക്ഷികൾ കോൺഗ്രസിനോട് പറഞ്ഞു എന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിനിടെയാണ് രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു കള്ളത്തരം കൂടെ പൊളിഞ്ഞടുങ്ങിയത്. BJP തന്നെയാണ് അതും പൊളിച്ചടുക്കിയത്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞത് താൻ തൻ്റെ മുത്തശ്ശിയായിട്ടുള്ള ഇന്ദിരാഗാന്ധിയുമായി കുട്ടിക്കാലത്ത് സവർക്കറെ കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു. ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടുണ്ടത്രേ സവർക്കർ ക്ഷമ ചോദിച്ച വ്യക്തിയാണ്, താങ്കളുടെ മുതുമുത്തച്ഛൻ അതായത് നെഹ്റു അടക്കമുള്ളവരാണ് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചത്, നെഹ്റു ആയിരുന്നു ശരി എന്നൊക്കെ രാഹുൽ ഗാന്ധിയോട് ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധി സഭയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിനെ BJP പ്രതിരോധിക്കുന്നത് 2019 ഒരു സംഭവ വികാസവുമായി ബന്ധിപ്പിച്ചാണ്. 2019 മനോഹർ പരീക്കർ
അദ്ദേഹം അസുഖബാധിതനായി കിടക്കയിലായിരുന്നു. ആ മനോഹർ പരീക്കറെ സന്ദർശിക്കാൻ എന്ന രീതിയിൽ ഗോവയിൽ ഇദ്ദേഹം എത്തുകയുണ്ടായി രാഹുൽ ഗാന്ധി. ശേഷം മനോഹർ പരീക്കറെ 5 മിനിറ്റ് നേരം അദ്ദേഹം സന്ദർശിച്ചു. ഈ 5 മിനിറ്റ് നേരം അദ്ദേഹം സന്ദർശിച്ച ശേഷം അദ്ദേഹം പുറത്തിറങ്ങി. രാഹുൽ ഗാന്ധി പറഞ്ഞത്, ആ സന്ദർശനത്തിൽ വേറെ ആരുമില്ലായിരുന്നു, രാഹുൽ ഗാന്ധിയും പരീക്കറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുറത്തിറങ്ങി രാഹുൽ ഗാന്ധി പറഞ്ഞത്, റഫേൽ ഇടപാടിൽ തെറ്റുപറ്റിയെന്ന് മനോഹർ പരീക്കർ എന്നോട് പറഞ്ഞു. നരേന്ദ്രമോദി ഇതിൽ അദാനിക്ക് കരാറുകളൊക്കെ എഴുതി കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞു എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. അതിനുശേഷം മനോഹർ പരീക്കർ, എനിക്ക് വിഷമമാകുന്നു താങ്കൾ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ പറയുന്നതിൽ എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. ഒരു കത്ത് തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. നിസ്സാര രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി വെറും 5 മിനിറ്റ് കൂടിക്കാഴ്ചയെ താങ്കൾ കള്ളത്തരത്തിലൂടെ വളച്ചൊടിച്ചത് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് മനോഹർ പരീക്കർ പറഞ്ഞത്. രാഹുൽ ഗാന്ധി അത്ര ഗംഭീരമായി കള്ളത്തരം പറയുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ സവർക്കറും ഇന്ത്യയുമായിട്ടുള്ള വിഷയത്തെ BJP പ്രചോദിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.